പ്രൈസ് ദി ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണിത്. എന്താണ് പറയുന്നത്? അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ പുറമേയുള്ള മനുഷ്യനോ, അതായത് ശരീരമോ, ക്ഷയിച്ചു പോകുന്നു, ക്രമേണ ക്ഷയിച്ചു പോകുന്നു. എന്നിട്ടും അധൈര്യപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. കാരണം ഞങ്ങൾക്ക് മുൻപോട്ട് നോക്കാനായിട്ട് ഒരു വലിയ ഒരു നേട്ടമുണ്ട് ഞങ്ങൾക്ക്. എന്താണ്? ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ബലഹീനതകളോ മറ്റുള്ളവരാൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളോ നിന്ദകളോ ഒന്നും അതിന് ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നതിന് ഒരു തടസ്സമല്ല. കാരണം വചനത്തിന് തടസ്സമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതായത് ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുന്നത് നിമിത്തം ഞങ്ങൾക്ക് തേജസ്സിൻ്റെ നിത്യഘനമാണ് ലഭിക്കുന്നത്. അതായത് സ്വർഗത്തിലെ നന്മകളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ചുള്ള സുവിശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുന്നത്. കർത്താവ് ക്രൂശിൽ മരിച്ചാണ് നമുക്ക് ജയം നേടിത്തന്നതെങ്കിൽ ആ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിക്കും ചില കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഇതൊന്നും ആ സുവിശേഷീകരണത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. കാരണം ഞങ്ങളുടെ മുൻപാകെ ഒരു വലിയ ലക്ഷ്യമുണ്ട്. കാരണം അനേകർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ദൈവത്തിൻ്റെ സ്വന്തമായി തീരണം, ദൈവരാജ്യം സ്ഥാപിതമാകണം. ഇതാണ് ഉദ്ദേശം. അപ്പോൾ തേജസ്സിൻ്റെ നിത്യഘനമാണ് ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത്. അതായത് പ്രതിഫലം എന്താണ്? വലിയ പ്രതിഫലമാണ്, നിലനിൽക്കുന്ന പ്രതിഫലമാണ് ഈ പ്രവർത്തനത്തിൽ നിന്നും തനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ പ്രതിഫലത്തെ ഓർക്കുമ്പോൾ ഇപ്പോൾ ശരീരത്തിന് വരുന്ന കഷ്ടതകളോ അല്ലെങ്കിൽ മനസ്സിനേൽക്കുന്ന പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ അതൊന്നുമല്ല എന്ന് പറയുന്നു. നൊടി നേരത്തേക്ക് മാത്രമാണ് കഷ്ടങ്ങൾ ഞങ്ങൾക്കുള്ളത്. എന്നാൽ തേജസ്സിൻ്റെ നിത്യഘനം, അതായത് സ്വർഗത്തിൽ കർത്താവ് തരുന്ന പ്രതിഫലം, അതായത് തേജസ് പ്രാപിക്കാനാണ് ഞങ്ങളെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഈ സുവിശേഷ ഘോഷണത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ നന്മയ്ക്കായിട്ടാകുന്നു. അതായത് വലിയ ഒരു കാര്യം ഭരമേൽപ്പിച്ചിരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലനെ. അപ്പോൾ തനിക്ക് നേരിടുന്ന കഷ്ടങ്ങളോ കാരാഗ്രഹമോ പട്ടിണിയോ ആപത്തോ വാളോ ഇതൊന്നും തനിക്കൊരു വിഷയമല്ല. കാരണം തന്നെ തിരഞ്ഞെടുത്തപ്പോൾ അനന്യാസിനോട് പറഞ്ഞു, നീ പോക, അവൻ്റെ മേൽ കൈവച്ച് അവന് സൗഖ്യം പ്രാപിക്കട്ടെ, കണ്ണ് കാണട്ടെ എന്നൊക്കെ കർത്താവ് പറഞ്ഞയക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, അവൻ എനിക്ക് വേണ്ടി പല കഷ്ടങ്ങൾ സഹിക്കാനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത്, കഷ്ടങ്ങൾ സഹിക്കാനും ഞങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ കഷ്ടങ്ങൾ ഒരു വരമായി തീർന്നിരിക്കുന്നത്? കാരണം ആ കഷ്ടങ്ങൾക്ക് ശേഷം വലിയ ഒരു നേട്ടം, ഒരു തേജസ്സിൻ്റെ നിത്യഘനം തന്നെ കാത്തിരിക്കുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലന്
വളരെയധികം നിശ്ചയമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ പറയുവാൻ വലിയ ധൈര്യം എങ്ങനെയാണ് ലഭിച്ചത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് ആ വലിയ ധൈര്യം തനിക്ക് ലഭിച്ചത്. കാരണം ഈ അഴിഞ്ഞു പോകുന്ന ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല തനിക്ക് ആവശ്യമായിരിക്കുന്നത്. ജഡപ്രകാരം തനിക്ക് പലതുമുണ്ട് പറയാനായിട്ട്, ബോസ്റ്റ് ചെയ്യാനായിട്ട്, പ്രശംസിപ്പാനായിട്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവിൻ്റെ ക്രൂശാണ്. കാരണം ഈ ലോകത്തിലെ സകല നേട്ടങ്ങളെക്കാളും ഏറിയ വലിയ നേട്ടമാണ് കർത്താവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് സാധിപ്പിച്ച് തന്നിരിക്കുന്നത്. ആ ശുശ്രൂഷയിലേക്കാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഷ്ടങ്ങൾ, അതായത് ലോകത്തിൽ നമുക്ക് അതൊക്കെ വലിയ വേദനയും പ്രയാസവും ഒക്കെ ആണെങ്കിൽ തന്നെയും അതൊരു വലിയ നേട്ടമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കരുതുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പല പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ അന്ത്യത്തോളം വഴി നടത്തും. തേജസ്സിൻ്റെ കിരീടവും നമുക്ക് ലഭിപ്പാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. സകല മഹത്വവും കർത്താവിന്. ആമേൻ.